മൈമു സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ആദ്യത്തെ കണ്ണൂർ യാത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അനിയൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കണ്ണൂർക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അനിയൻ്റെ എൻഗേജ്മെൻറ്റ് കൂടാനായിട്ട് എറണാകുളത്ത് നിന്ന് തുടങ്ങിയ യാത്ര അതേ കണ്ണൂർ ഉച്ചയായപ്പോഴേക്കും അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റൂമിൽ ഒന്ന് സ്റ്റേ ചെയ്ത് ഫ്രഷ് ആയിട്ട് വൈകിട്ടാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകുന്നത്. ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന പള്ളിയുടെ തൊട്ട് ചേർന്നുള്ള ഹോളിലായിരുന്നു ഫുഡ്. അപ്പോൾ അത് കഴിച്ച് പള്ളിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് റിലാക്സ് ആയിട്ടാണ് വൈകിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. വൈകിട്ടൊരു 4:30-5 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി പോകാനിറങ്ങി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കോട്ടൺ ചുരിദാറാണ് കേട്ടോ. എനിക്കിപ്പോൾ കോട്ടൺ ഡ്രസ്സുകളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പ്രത്യേകിച്ച് യെല്ലോ കളറിനോട് എന്തോ ഒരു താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പെരുമ്പാവൂർ ഓപ്ഷൻസിൻ്റെ ഓപ്പോസിറ്റുള്ള ഫാമീസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല കോംപ്ലിമെൻറ്റ് തന്നൊരു ഡ്രസ്സാണ്. വിത്ത് കോളറാണ്, 3/4 സ്ലീവാണ്, നല്ല അടിപൊളിയൊരു പാൻറ്റൊക്കെ ആയിട്ട് അടിപൊളി സെറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് ഇങ്ങനെ തോന്നി. ഇപ്പോൾ എന്താണെന്നറിയില്ല, കോട്ടൺ സെറ്റുകളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. പ്രായം കൂടി വരുന്നതിൻ്റെ ആയിരിക്കാം. ഞങ്ങൾ നിന്ന റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ പള്ളി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന്
പള്ളിയിലേക്ക് എത്തി. ഈ വൈകിട്ട് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ മലയുടെ പൊക്കത്ത് നിന്ന് ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ എൻഗേജ്മെൻറ്റിൻ്റെ ചടങ്ങ് പള്ളിയിൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ വൈകിട്ട് ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ മലയുടെ പൊക്കത്തായിരുന്നു പള്ളി, അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു വൈകിട്ടത്തെ. ലൈറ്റും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആംബിയൻസൊക്കെ അടിപൊളി. അപ്പോൾ അത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് നിങ്ങൾ കാണുന്നത്. അനിയൻ്റെ ഫാമിലി, അനിയത്തിയുടെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. ഫാമിലി ഫുൾ അവിടെ സ്റ്റേജിലുണ്ട്. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. ഞാനിങ്ങനെ വായിട്ടലച്ച് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ അനിയൻ്റെ എൻഗേജ്മെൻറ്റ് പരിപാടികളെല്ലാം നല്ല ഭംഗിയായി തന്നെ നടന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് റൂമിലേക്ക് വേഗം തന്നെ വന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പോരണമല്ലോ, ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. അതുകൊണ്ട് അങ്ങനെ വന്ന് ഒന്ന് ഫ്രഷായിട്ട് തിരിച്ച് ബസ്സിൽ നാട്ടിലോട്ട് പോന്നു. വെളുപ്പിനായപ്പോഴത്തേക്ക് എത്തിയിട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനൊരു ഇത്ര ദൂരം പോയി ഒരു എൻഗേജ്മെൻറ്റ് കൂടുന്നത് ആദ്യമായിട്ടായതുകൊണ്ടാണ് വീഡിയോ എടുത്ത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ.